വെൽക്കം ബാക്ക് ടു അനദർ എപ്പിസോഡ് ഓഫ് collegemunshi.com. അപ്പോൾ നമ്മുടെ കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്തിരുന്നത് എന്താണ് കാർഡിയാക് കെയർ, ആ കോഴ്സിനെ പറ്റിയുള്ള ഡീറ്റെയിൽഡ് എക്സ്പ്ലനേഷൻ, ആരൊക്കെയാണ് ഈ കോഴ്സ് പഠിക്കാൻ എലിജിബിൾ ആയിട്ടുള്ളത്, എന്തൊക്കെ സിലബസ് ആണ് അതിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത് എന്നുള്ള കാര്യങ്ങളായിരുന്നു. എന്നാൽ ഈ വീഡിയോയിൽ നമ്മൾ കുറച്ചുകൂടി ഡീറ്റെയിൽ ആയിട്ട് എന്തൊക്കെ ജോബ് ഓപ്പർച്യൂണിറ്റീസ് ആണ് നിങ്ങൾക്ക് കിട്ടാൻ പോകുന്നത്, എത്രത്തോളം സാലറി എക്സ്പെക്ടേഷൻ നിങ്ങൾക്ക് വെക്കാം എന്നുള്ള കാര്യങ്ങളാണ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ഈ കോഴ്സ് റിലേറ്റഡ് ആയിട്ടുള്ള എല്ലാ കാര്യങ്ങളും നമ്മൾ നമ്മുടെ വാട്സപ്പ് ചാനലിൽ അപ്ഡേറ്റ് ചെയ്യുന്നുണ്ട്. അപ്പോൾ അതിന്റെ ലിങ്ക് താഴെ കൊടുത്തിട്ടുണ്ട്, മറക്കാതെ ചാനലിൽ ജോയിൻ ചെയ്യുക. പാരാമെഡിക്കൽ കോഴ്സുകളിൽ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയ ഒന്നാണ് കാർഡിയാക് കെയർ. ഭാവിയിൽ ഒരുപാട് ജോലി സാധ്യതകളുള്ള ഒരു ഡെവലപ്പിംഗ് കോഴ്സ്. ഇന്ത്യയിലും എബ്രോഡും നിങ്ങൾക്ക് പഠിക്കാനും ജോലി സാധ്യതകൾ നിരവധിയുള്ള കോഴ്സാണ് കാർഡിയാക് കെയർ. ഈ ഒരു കോഴ്സ് പഠിച്ചു കഴിഞ്ഞാൽ ജോലി സാധ്യതകൾ നിരവധിയാണ്. അതുകൊണ്ട് തന്നെ ഈ ഒരു കോഴ്സ് ചൂസ് ചെയ്യുന്ന സ്റ്റുഡൻസിന്റെ എണ്ണവും കൂടി വരികയാണ്. അതുകൊണ്ട് തന്നെ ടൈറ്റ് കോമ്പറ്റീഷൻ ഉണ്ടാകും. അതുകൊണ്ട് തന്നെ നിങ്ങളൊരു കോളേജ് ചൂസ് ചെയ്യുമ്പോൾ ബ്രാൻഡ് വാല്യൂ ഉള്ള മെഡിക്കൽ കോളേജ് ക്യാമ്പസ് ചൂസ് ചെയ്യാൻ ശ്രദ്ധിക്കുക. നമ്മുടെ കേരളത്തിലെ ഈ ഒരു കോഴ്സ് ചൂസ് ചെയ്യാൻ നിൽക്കുന്ന ഒരുപാട് കുട്ടികളുണ്ട്. എന്നാൽ ഇത്രയധികം കുട്ടികൾക്ക് വേണ്ട സീറ്റ്സ് അവിടെ അവൈലബിൾ അല്ല. 200-ൽ താഴെ സീറ്റ്സ് മാത്രമാണ് അവിടെ ഉള്ളത്. എന്നാൽ 98% മേലെയെങ്കിലും നിങ്ങൾ സ്കോർ ചെയ്യാൻ മാത്രമേ നിങ്ങൾ എലിജിബിൾ ആവുകയുള്ളൂ. ഇനി നിങ്ങൾക്ക് കേരളത്തിൽ സീറ്റ് കിട്ടിയില്ല എന്ന് കരുതിയിട്ട് നിങ്ങൾ വിഷമിക്കേണ്ട. കാരണം നമുക്ക് കർണാടകയിലും തമിഴ്നാട്ടിലും എല്ലാം ഈ കോഴ്സ് പഠിക്കാനുള്ള ഓപ്ഷൻസ് ഉണ്ട്. സൗത്ത് ഇന്ത്യയിലെ തന്നെ ടോപ്പ് കോളേജസുകളിൽ നിങ്ങൾക്ക് പഠിക്കാം. കേരളത്തിനെ കമ്പയർ ചെയ്യുമ്പോൾ ഇവിടെ സീറ്റ് അവൈലബിലിറ്റി വളരെ കൂടുതലാണ്. പിന്നെ 50% മാർക്ക് മാത്രം നിങ്ങൾക്ക് മതിയാവും. മാത്രമല്ല കുറച്ചുകൂടി ഓപ്ഷൻസും ഇവിടെ കൂടുതലാണ്. ഒട്ടുമിക്ക ആളുകളും ഒരു കോഴ്സ് പഠിക്കുന്നത് ജോബ് ഓറിയന്റഡ് ആയിട്ട് തന്നെ ആയിരിക്കും. അപ്പൊ നിങ്ങൾ കാർഡിയാക് കെയർ ചൂസ് ചെയ്യുമ്പോൾ എന്തൊക്കെ ജോബ് ഓപ്പർച്യൂണിറ്റീസ് ആണ് ഉള്ളത് എന്ന് അറിയുന്നതിനോടൊപ്പം എത്രത്തോളം സാലറി നിങ്ങൾക്ക് എക്സ്പെക്ട് ചെയ്യാമെന്നുള്ളതും നിങ്ങൾ കോഴ്സ് ചൂസ് ചെയ്യുന്നതിന് മുന്നേ തന്നെ അറിഞ്ഞിരിക്കുന്നത് വളരെ നല്ലതാണ്. ഏതൊരു ജോബ് പോലെ തന്നെയും നിങ്ങൾക്ക് ഈ ജോബിലും എൻട്രി ലെവൽ, മീഡിയം ലെവൽ, എക്സ്പീരിയൻസ് ലെവൽ എന്നീ നിലകളിൽ സാലറി പാക്കേജസ് മാറുന്നതാണ്. നിങ്ങൾക്കൊരു 1 to 2 year എക്സ്പീരിയൻസ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് 20,000 മുതൽ 35,000 വരെ സാലറി എക്സ്പെക്ട് ചെയ്യാവുന്നതാണ്. ഇനി 3 മുതൽ 5 വർഷം വരെ നിങ്ങൾക്ക് എക്സ്പീരിയൻസ് ഉണ്ടെങ്കിൽ 35,000 മുതൽ 1 ലക്ഷം വരെയുള്ള ഒരു സാലറി പാക്കേജ് നിങ്ങൾക്ക് ലഭിക്കും. ഇനി നിങ്ങൾ സീനിയർ ലെവൽ ആണെന്നുണ്ടെങ്കിൽ 1 ലക്ഷത്തിന് മേലെയുള്ള ഒരു സാലറി പാക്കേജ് ആണ് നിങ്ങളെ കാത്തിരിക്കുന്നത്. ഈ പറഞ്ഞത് ഇന്ത്യയിലെ സാലറി റേഞ്ച് ആണ്. ഇനി ഗൾഫ് കൺട്രീസിൽ ഇതിന്റെ സ്കോപ്പും സാലറി പാക്കേജും എല്ലാം മാറുന്നതാണ്. കമ്പാരിറ്റീവ്ലി കുറച്ചുകൂടി സാലറി റേഞ്ച് നിങ്ങൾക്ക് അവിടെ കൂടുതലായിട്ട് ലഭിക്കുന്നതാണ്. അതുപോലെ തന്നെ നിങ്ങളുടെ കരിയർ ഗ്രോത്തും അവിടെ കുറച്ച് കൂടുതലായിരിക്കും. അപ്പോൾ കാർഡിയാക് കെയർ എന്ന ഈ ഫീൽഡ് ചൂസ് ചെയ്യാൻ നിൽക്കുന്ന കുട്ടികളെ എല്ലാവരും നിങ്ങൾ കോളേജ് ചൂസ് ചെയ്യുമ്പോൾ വളരെ കെയർഫുൾ ആയിരിക്കുക. കാരണം നിങ്ങൾക്ക് തിയറി നോളജ് മാത്രം കിട്ടിയിട്ട് കാര്യമില്ല. പ്രാക്ടിക്കൽ എക്സ്പീരിയൻസ് മാത്രം ഉണ്ടെങ്കിലേ നിങ്ങൾക്ക് നിങ്ങളുടെ ഫ്യൂച്ചർ നന്നായിട്ട് ബിൽഡ് ചെയ്യാൻ പറ്റത്തുള്ളൂ. അപ്പോൾ നിങ്ങളൊരു കോളേജ് ചൂസ് ചെയ്യുമ്പോൾ ഈ പറഞ്ഞ കാര്യങ്ങൾ എല്ലാം നിങ്ങളുടെ മനസ്സിൽ വെക്കുക. കാരണം അതാണ് നിങ്ങളുടെ ഫ്യൂച്ചർ ഡിസൈഡ് ചെയ്യുന്നത്. അപ്പോൾ ഇനി നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട് ഉണ്ട് എന്നുണ്ടെങ്കിൽ താഴെ കൊടുത്തിരിക്കുന്ന നമ്പറിൽ നിങ്ങൾക്ക് കോൺടാക്ട് ചെയ്യാവുന്നതാണ്. മാത്രമല്ല കൂടുതൽ അപ്ഡേറ്റ്സിനായി ഞങ്ങളുടെ വാട്സപ്പ് ചാനലിൽ ജോയിൻ ചെയ്യുക.